മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറന്നിരുന്നു. തന്ത്രി കണ്ഠരര് മഹേഷൻ മോഹനരുടെ സാന്നിധ്യത്തിലാണ് മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നത്. പതിവിൽ കവിഞ്ഞ ആദ്യ ദിനം തന്നെ തീർത്ഥാടകരുടെ വൻ തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. അഖിൽ തയ്യാറാക്കിയ സമഗ്രമായ റിപ്പോർട്ടിലേക്ക്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രനട വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തിയായ അരുൺകുമാർ നമ്പൂതിരി തുറന്നു. അതിനുശേഷം ആഴിയിൽ അഗ്നി പകർന്നുകൊണ്ട് നിയുക്ത മേൽശാന്തിയായ TD പ്രസാദിനെയും മാളികപ്പുറം മേൽശാന്തിയായ MG മനുവിനെയും 18ാം പടി വഴി കൈപിടിച്ച് കയറ്റി സന്നിധാനത്തെത്തി പുതിയ ചുമതലകളിലേക്ക് അവരോധിക്കുകയാണ് ഉണ്ടായത്. ഇന്നത്തെ ദിവസം 30,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി സന്നിധാനത്ത് ദർശനത്തിനായി അനുമതി നൽകിയിരുന്നത്. ഈ 30,000 പേരുടെ വലിയ തിരക്ക് ഇപ്പോഴും ക്ഷേത്ര സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. നാളെ രാവിലെ 7 മണിയോടുകൂടി സത്രം പാതയിലൂടെ തീർത്ഥാടകരുടെ വരവ് ആരംഭിക്കും. സത്രം പാതയിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിങ്ങിന് അനുമതി നൽകിയിരിക്കുന്നത്. തീർത്ഥാടനത്തിനായി വിപുലമായ സംവിധാനമാണ് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ മാസം മുതൽ ആരംഭിച്ച് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കുകയാണ്. സുഗമമായ പരാതികളില്ലാത്ത തീർത്ഥാടന കാലം ഉറപ്പുവരുത്തുകയാണ് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ലക്ഷ്യം.